നമസ്കാരം. വയനാടിനു വേണ്ടി മാധ്യമങ്ങൾ ഒഴുക്കിയ കണ്ണീരെല്ലാം ആത്മാർത്ഥതയില്ലാത്തതാണെന്നാണ് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നത്. ശരിക്കും മാധ്യമങ്ങൾ മുഴുവനും ബി.ജെ.പിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും ഏറാൻമൂളികൾ മാത്രമായി മാറുന്ന സാഹചര്യമാണ് ഇപ്പോൾ നടക്കുന്നത്. മലയാളത്തിൽ ഇറങ്ങുന്ന പത്രങ്ങളും ചാനലുകളും മലയാളികളെ കൊണ്ട് ജീവിക്കുന്നവരാണല്ലോ. എന്നാൽ മലയാളികൾ ഏറ്റവും കൂടുതൽ ജീവിക്കുന്ന കേരളത്തോട് അവർക്ക് യാതൊരു പ്രതിബദ്ധതയും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ ആഴ്ചയാണ് ആന്ധ്രയിലും തെലങ്കാനയിലും വെള്ളപ്പൊക്കം ഉണ്ടായത്. സെപ്റ്റംബർ 5 വരെയുള്ള കണക്കുകൾ പ്രകാരം 32 പേരാണ് അവിടെ മരിച്ചത്. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ ഈ കെടുതി നേരിടാൻ പ്രഖ്യാപിച്ചത് 3448 കോടി രൂപയാണ്. തീർച്ചയായും ആന്ധ്രയ്ക്കും തെലങ്കാനയ്ക്കും കേന്ദ്രം സഹായം കൊടുക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ ലോകം തന്നെ ഞെട്ടിയ 500-ലധികം മനുഷ്യർ കൊല്ലപ്പെട്ട വയനാട് ദുരന്തത്തെ നേരിടാൻ കേന്ദ്രം കേരളത്തിന് എന്താണ് ഇതുവരെ ഒന്നും നൽകാത്തത്? പ്രധാനമന്ത്രി വയനാട് സന്ദർശിക്കുകയും സംസ്ഥാനം റിപ്പോർട്ട് നൽകുകയും മുഖ്യമന്ത്രി സഹായം ആവശ്യപ്പെട്ട് പ്രത്യേക നിവേദനവും കൊടുത്തു. എന്നിട്ടും ഇത്രയും ദിവസമായിട്ടും ബി.ജെ.പി സർക്കാർ കേരളത്തിന് ധനസഹായം നൽകാത്തത് കേരളത്തോട് സ്നേഹമുള്ള എല്ലാവരും ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. അതായത് ഇത് എന്തുകൊണ്ട് ഇവർ നൽകുന്നില്ല എന്നുള്ളത്. കേരളത്തിനെ എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ തഴയുന്നത്? ഇത്രയൊക്കെ കേരളത്തിനോട് കേന്ദ്രം അതൃപ്തി കാണിച്ചിട്ടും കേരളത്തിലെ മാധ്യമങ്ങൾ മലയാളികളായ കേന്ദ്രമന്ത്രിമാരോടോ ബി.ജെ.പി നേതാക്കളോടോ എന്തുകൊണ്ട് കേരളത്തിന് സഹായം തരുന്നില്ല എന്ന് ചോദിക്കുന്നില്ല? കേന്ദ്ര സർക്കാരിനെതിരെ ആഴ്ചകളോളം ചർച്ച നടത്താനുള്ള എല്ലാം തന്നെ ഇതിനകത്തുണ്ട്. പക്ഷേ കേന്ദ്ര സർക്കാരിനോട് മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കാതിരിക്കും തോറും സഹായം ലഭിക്കുന്നതിനുള്ള സാധ്യതകൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിന് വേണ്ട പണം അനുവദിപ്പിക്കേണ്ട തൃശൂർ ജനത ജയിപ്പിച്ചു വിട്ട ഒരു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉണ്ടല്ലോ നമുക്ക്. അദ്ദേഹം ഇപ്പോൾ നാട്ടിൽ ശക്തന്റെ പ്രതിമ പണിയാൻ നടക്കുകയാണ്. രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമായിരുന്നു വയനാട്. എന്നിട്ട് അദ്ദേഹം വയനാടിന് വേണ്ടി എന്ത് ചെയ്തു എന്നതും ഒരു ചോദ്യമാണ്. പിന്നെ സുരേഷ് ഗോപിയുടെ വക സർക്കാരിനെതിരെയുള്ള ഒരു വെല്ലുവിളി ഈ സമയത്ത് പറയാൻ പറ്റിയ വെല്ലുവിളി തന്നെ ഇതെന്ന് നമുക്ക് പറയാം. 14 ദിവസത്തിനുള്ളിൽ ശക്തൻ പ്രതിമ പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ വെങ്കല പ്രതിമ താൻ പണിയുമെന്ന് സുരേഷ് ഗോപി പറയുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, വയനാട് ദുരന്തം കഴിഞ്ഞിട്ട് 1.5 മാസം ആകാറായി. നമ്മുടെ എല്ലാം നികുതിപ്പണം വാങ്ങിക്കൊണ്ട് പോകുന്ന മോദിയുടെ കയ്യിൽ നിന്ന് ഒരു നയാ പൈസയുടെ സഹായം പോലും വാങ്ങിത്തരാൻ കഴിയാത്ത സുരേഷ് ഗോപിയാണ് ഇനി വെങ്കല പ്രതിമ സ്ഥാപിക്കാൻ നടക്കുന്നത്.